ജൂലൈ 1 ഫ്രാൻസിസ് പാപ്പ കാർലോ അക്വിറ്റസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന തീയതി പ്രഖ്യാപിക്കും. അന്നേ ദിനം കാർലോ അക്വിറ്റസ് ഉൾപ്പെടെയുള്ളവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന തീയതിയാണ് പുറത്തുവരിക. ഇറ്റലിയിൽ നിന്നുള്ള കാർലോ അക്വിറ്റസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള വിശുദ്ധരുടെ കാരണങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററയ്ക്ക് പാപ്പ അധികാരം നൽകിയത് മെയ് 23-നാണ്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന മറ്റുള്ളവർ കൺസോളറ്റ മിഷണറിമാരുടെ സ്ഥാപകനായ ജുസപ്പെ അല്ലമാനോയാണ്. 1990-ൽ ജോൺ പോൾ രണ്ടാമൻ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. 1926-ൽ പിയൂസ് 11 വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയ സിറിയയിലെ 11 രക്തസാക്ഷികളെയും പാപ്പ വിശുദ്ധരുടെ നിരയിലേക്ക് ഉയർത്തും. 8 സ്പാനിഷ്, ഓസ്ട്രിയൻ, ഫ്രാൻസിസ്കൻ സന്യാസിമാരും 3 സാധാരണ മറോണൈറ്റുകളും 1860 ജൂലൈ 9, 10 തീയതികളിൽ ഡമാസ്കസിൽ ലെബനിലെയും സിറിയയിലെയും ക്രിസ്ത്യൻ ജനതയ്ക്കെതിരായ ഡ്രൂസ് മിലീഷ്യയുടെ കലാപത്തിനിടെ കൊല്ലപ്പെട്ടു. ആക്രമണകാരികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനാലാണ് ഇവരെ കൊലപ്പെടുത്തിയത്. കനേഡിയൻ സന്യാസിനിയും ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ഹോളി ഫാമിലിയുടെ സ്ഥാപകയുമായ സിസ്റ്റർ മേല്യോണി പാരഡിസ്, പരിശുദ്ധാത്മാവിൻ്റെ അപ്പോസ്തല എന്നറിയപ്പെടുന്ന എലിന ഗ്യൂറയും ഇതിൽ ഉൾപ്പെടുന്നു.